നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. ചതുർയുഗത്തിലെ 4ാമത്തേതായ കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. കലിദിനം തുടങ്ങുന്ന ദിവസം മുതൽ, കലിയുഗം തുടങ്ങുന്ന ദിവസം മുതൽക്ക് എണ്ണുമ്പോൾ കലിദിന സംഖ്യ എണ്ണി വരാറുണ്ട്. ആ കണക്കനുസരിച്ച് കലിദിന സംഖ്യ വരുന്നത് 18,72,417 ദിവസമാണ് ഇന്ന് കൊല്ലവർഷ കണക്കനുസരിച്ച് 1200 ആണ്ട് കർക്കിടക മാസം 10-ാം തീയതിയാണ്. ശകവർഷ കണക്കനുസരിച്ച് 1947 ശ്രാവണ മാസം 4-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ജൂലൈ മാസം 26 ഇപ്പോൾ ശുക്ലപക്ഷമാണ്. ശുക്ലപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ്. കരണം വരുന്നത് പുരി കരണമാണ്. നിത്യയോഗം വരുന്നത് വ്യതീപാത നാമ നിത്യയോഗമാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് ആയില്യം നക്ഷത്രമാണ്. ഞാറ്റുവേല പൂയം ഞാറ്റുവേല തന്നെയാണ്. 14 ദിവസത്തേക്കാണ് ഒരു ഞാറ്റുവേല എന്ന് പറയുന്നത്. ആ പൂയം ഞാറ്റുവേല നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദിവസം ശനിയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. കാലഹോരാധിപൻ ശനിയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ശനിയാഴ്ചയായിട്ട് വരുന്നത്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:16:51 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:44:02 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം പകലിൻ്റെ ദൈർഘ്യത്തിനാണ് ദിനമാനം എന്ന് പറയുന്നത്. അത് 12 മണിക്കൂർ 27 മിനിറ്റ് 11 സെക്കൻഡാണ് ദിനമാനം വരുന്നത്. ഈ ദിനമാനം അഥവാ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ സെക്കൻഡുകൾ വീതം ദിവസേന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദക്ഷിണായന കാലമായതുകൊണ്ട്. ഇന്ന് രാഹു കാലം വരുന്നത് രാവിലെ 9:23 തുടങ്ങിയിട്ട് 10:57 വരെയുള്ള സമയത്താണ്. ഗുളിക കാലം വരുന്നത് 6:16 തുടങ്ങി 7:50 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് ഉച്ചയ്ക്ക് 2:03 തുടങ്ങി 3:37 വരെയുള്ള സമയത്താണ്. രാഹു, ഗുളിക, യമകണ്ഠക കാലങ്ങൾ പൊതുവെ അനുകൂലമല്ലാത്ത സമയമാണ്. ഈ സമയങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടക്കമിടുക അല്ലെങ്കിൽ യാത്ര പോവുക മുതലായിട്ടുള്ള കാര്യങ്ങൾ വർജിക്കേണ്ടതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് ധനുക്കൂറുകാർക്കാണ്. മൂലം, പൂരാടം, ഉത്രാടം നാളുകാർക്കാണ് ഇന്ന് ധനുക്കൂറ് എന്ന് പറയുന്നത്. ആ ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവെ അനുകൂലമല്ല. ആയതുകൊണ്ട് അവർ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, യാത്ര, പ്രധാനപ്പെട്ടതായിട്ടുള്ള യാത്ര, അതുപോലെ മറ്റ് കർമ്മങ്ങൾക്കൊക്കെ, പുതിയതായിട്ടുള്ള കർമ്മങ്ങൾക്കൊക്കെ ഇന്ന് വർജിക്കേണ്ട ദിവസമാണ്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 12:06 തുടങ്ങി 12:28 വരെയും 12:32 മുതൽക്ക് 12:54 വരെയുമാണ്. പൊതുവെ അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് 12:06 തുടങ്ങി 12:54 വരെ എന്നാണ് പറയാറുള്ളത്. മധ്യത്തിലുള്ള സന്ധി സമയം ഒഴിച്ചിട്ടുള്ള സമയമായതുകൊണ്ടാണ് ഇത് രണ്ടായിട്ട് പറയുന്നത്. മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരികയും ചെയ്യുമ്പോൾ ഈ അഭിജിത്ത് മുഹൂർത്തം നമുക്കൊരു സുമുഹൂർത്തമായിട്ട് എടുക്കാവുന്നതാണ്. ഇന്ന് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രം ഒരു ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ലാത്ത ഒരു ദിവസമാണ് ആയില്യം നക്ഷത്രം. ശത്രു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അഥവാ ശത്രുവിനെ നശിപ്പിക്കുക, യുദ്ധം തുടങ്ങുക മുതലായിട്ടുള്ള കാര്യങ്ങൾ അതിന് നല്ലതാണ്. അതുപോലെ വിഷസംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, സർപ്പസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ഈ ആയില്യം നക്ഷത്രം നല്ലതാണ്. സാഹസ കർമ്മങ്ങൾ അഥവാ കപടകൃത്യങ്ങൾ, അതുപോലെ കച്ചവടം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെയാണ് ആയില്യം നക്ഷത്രം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ശുഭകർമ്മങ്ങൾക്ക് ആശ്ലേഷ നക്ഷത്രം എന്നാണ് സംസ്കൃതത്തിൽ വാക്കിൽ നിന്നാണല്ലോ ഈ നാളെ പേരൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആശ്ലേഷ നക്ഷത്രം എന്നാണ് ഇതിന് പറയുക. ആ ആശ്ലേഷ നക്ഷത്ര ദിവസം പൊതുവെ ശുഭകർമ്മങ്ങൾക്ക് ഇല്ലാത്തതാണ്. ഇന്ന് കർക്കിടക മാസം 10-ാം തീയതിയാണ്. രാമായണ മാസമായി ആരംഭിക്കുന്ന കർക്കിടക മാസത്തിൻ്റെ 10ാമത്തെ ദിവസമാണ്. ആ മാസത്തിൻ്റെ 1/3 നമ്മൾ തീർത്തു കഴിഞ്ഞു. രാമായണ പാരായണം 1-ാം തീയതി മുതൽക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വരേണ്ടതായിട്ടുള്ള ഭാഗങ്ങൾ ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണം വായിച്ച് ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ശുഭദിനം നേരുന്നു. നമസ്കാരം.